കോൺഗ്രസിന്റെ സംസ്ഥാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി നാളെ കേരളത്തിലെത്തും. ബൂത്ത് പ്രസിഡന്റുമാരും വനിതാ വൈസ് പ്രസിഡന്റുമാരും പങ്കെടുക്കുന്ന നേതൃസംഗമം വൈകിട്ട് 3 മണിക്കാണ് രാഹുൽ ഗാന്ധി ഉദ്ഘാടനം ചെയ്യുക. അതിനുശേഷം UDF നേതാക്കളുമായും രാഹുൽ കൂടിക്കാഴ്ച നിശ്ചയിച്ചിട്ടുണ്ട്. നിർജീവമായി കിടന്നിരുന്ന കോൺഗ്രസ് ബൂത്ത് പ്രവർത്തനം രാഹുൽ ഗാന്ധിയുടെ സന്ദർശനത്തോടെ ഒറ്റയടിക്ക് സജീവമാവുകയാണ്. കഴിഞ്ഞ 2 ആഴ്ചയിലധികമായി തർക്കങ്ങൾക്കിട നൽകാതെ കോൺഗ്രസിന്റെ എല്ലാ ഘടകങ്ങളും സജീവമായി പ്രചാരണ പ്രവർത്തനങ്ങളിൽ രംഗത്തുണ്ട്. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നി കഴിഞ്ഞ ദിവസം കൊച്ചിയിലെത്തി പരിപാടിയുടെ ഒരുക്കങ്ങൾ വിലയിരുത്തിയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് 16-ൽ കുറയാത്ത സീറ്റുകൾ ലഭ്യമാകണമെന്ന നിർദ്ദേശമാണ് കേരളത്തിലെ നേതാക്കൾക്ക് നൽകിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ സന്ദർശനത്തോടെ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തനം കൂടുതൽ സജീവമാകുമെന്ന പ്രതീക്ഷകളാണ് നേതാക്കന്മാർക്കെല്ലാം പങ്കുവെക്കാനുള്ളത്. മൈ ബൂത്ത് മൈ പ്രൈഡ്, എൻ്റെ ബൂത്ത് എൻ്റെ അഭിമാനം എന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇത് തീർച്ചയായിട്ടും കേരളത്തിലെ കോൺഗ്രസ് ചരിത്രത്തിലെ സുപ്രധാനമായ ഒരു നാഴികക്കല്ലായിട്ട് ഞങ്ങൾ നോക്കിക്കാണുന്നു. മാത്രവുമല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു കേളിക്കൊട്ടായിട്ടാണ് രാഹുൽജിയുടെ കൊച്ചി സന്ദർശനത്തെ ഞങ്ങൾ നോക്കിക്കാണുന്നത്. വളരെ പ്രതീക്ഷയോടുകൂടിയാണ് കേരളത്തെ ജനങ്ങൾ നോക്കിക്കാണുന്നത്. ജനാധിപത്യ മതേതര ശക്തികളുടെ ഐക്യം അത് ഊട്ടിയുറപ്പിക്കാൻ, അതോടൊപ്പം തന്നെ കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ്റിന് അന്ത്യം വരുത്താനുള്ള ഒരു വലിയ പോരാട്ടവുമായിട്ടാണ് അദ്ദേഹം രാജ്യമാസകലം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. താഴെത്തട്ടിലുള്ള പ്രചാരണങ്ങൾക്ക് രാഹുലിന്റെ സന്ദർശനം വലിയ ഊർജ്ജമാകുമെന്നാണ് വിലയിരുത്തൽ. നേതൃസംഗമത്തിന് ശേഷം UDF നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ മാത്രമാകും ചർച്ചയാവുക. വിവാദങ്ങൾക്കിട നൽകാതെയുള്ള സ്ഥാനാർത്ഥി നിർണയവും ഒരുമിച്ചുള്ള പ്രവർത്തനത്തിനും രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം ഉപകാരപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് കേരളത്തിലെ UDF നേതാക്കളും. മീഡിയ 1 കൊച്ചി.